ഹായ് ഫ്രണ്ട്സ്, ഗൂഗിൾ I/O 2025 AI അപ്ഡേറ്റ്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഗൂഗിൾ I/O എന്നത് ഗൂഗിളിൻ്റെ ആനുവൽ ഡെവലപ്പർ കോൺഫറൻസ് ആണ്. ഇവിടെയാണ് അവരുടെ ലേറ്റസ്റ്റ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, ന്യൂ പ്രോഡക്ട്സ് എന്നിവയൊക്കെ ഷോക്കേസ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീം തന്നെ ഫ്രം റിസർച്ച് ടു റിയാലിറ്റി എന്നുള്ളതാണ്. അതായത് വർഷങ്ങളായി നടന്നു വരുന്ന റിസർച്ച് ഇപ്പോൾ യൂസേഴ്സിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആയി അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ്. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. What all this progress means is that we are in a new phase of the AI platform shift, where decades of research are becoming reality for people all over the world. സുന്ദർ പിച്ചെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: AI ഇപ്പോൾ വലിയൊരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഷിഫ്റ്റിൻ്റെ സമയത്താണ്. പണ്ട് റിസർച്ചിലും മറ്റും മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ലോകത്തിലെ സാധാരണക്കാർക്കും ബിസിനസ്സിനും എല്ലാത്തരം ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് മേജർ അനൗൺസ്മെൻറ്റ്സ് ഓരോന്നോരോന്നായി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗൂഗിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് AI മോഡലായിട്ടുള്ള ജെമിനി 2.5 പ്രോവിനെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് വെബ്ഡബ് അരീന ലീഡർ ബോർഡിലും LM അരീന ലീഡർ ബോർഡിലും ഒക്കെ ലീഡിംഗ് പൊസിഷനിലാണ് ഉള്ളത്. ഈ പ്രോ മോഡലിന് 1 മില്യൺ ടോക്കൺ കോണ്ടെക്സ്റ്റ് വിൻഡോ ഉണ്ട്. ഇത് ലോങ് കോണ്ടെക്സ്റ്റും വീഡിയോ അണ്ടർസ്റ്റാൻഡിങ്ങിനും എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് നൽകുന്നത്. ഗൂഗിളിൻ്റെ എഡ്യൂക്കേഷൻ ഫോക്കസ്ഡ് മോഡൽ ഫാമിലിയായ ലേൺ LM ഇപ്പോൾ ജെമിനി 2.5 പ്രോവിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഹെഡ് ടു ഹെഡ് കമ്പാരിസൺസിൽ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് എക്സ്പേർട്സ് മറ്റ് മോഡലിനേക്കാൾ ജെമിനി 2.5 പ്രോയ്ക്ക് ഡൈവേഴ്സ് ലേണിംഗ് സിനാരിയോസിൽ ക്ലിയർ പ്രിഫറൻസ് നൽകിയിട്ടുണ്ട്. ജെമിനി 2.5 പ്രോയ്ക്ക് ഒരു പുതിയ കേപ്പബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു: ഡീപ് തിങ്ക് മോഡ്. ഡീപ് തിങ്ക് മോഡ് കോംപ്ലെക്സ് മാത്ത് ആൻഡ് കോഡിംഗ് ചലഞ്ചസിൽ ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ 2025 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ ഒരു എക്സ്ട്രീംലി ചാലഞ്ചിങ് മാത്ത് ബെഞ്ച് മാർക്കിൽ ഇത് ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സ്കോറാണ് നേടിയത്. ലൈവ് കോഡ് ബെഞ്ചിലും അതുപോലെ ഇത് ലീഡ് ചെയ്തു നിന്നു. മൾട്ടി മോഡൽ റീസണിങ്ങിൽ 84% സ്കോറാണ് നമ്മുടെ ഈ ജെമിനി 2.5 പ്രോൻ്റെ ഡീപ് തിങ്ക് മോഡിന് ഉള്ളത്. സേഫ്റ്റി കൺസേൺസ് കാരണം ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റേഴ്സിനാണ് ഇനീഷ്യലി ലഭ്യമാകുകയുള്ളൂ. ഫീഡ്ബാക്സ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഗൂഗിള് ബ്രോഡറായിട്ട് ഇത് അവൈലബിൾ ആക്കൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഡീപ് തിങ്ക് മോഡ്. അടുത്ത നമുക്ക് പറയേണ്ടത് ജെമിനി 2.5 ഫ്ലാഷ് മോഡലിനെ കുറിച്ചാണ്. ഗൂഗിളിൻ്റെ എഫിഷ്യൻറ്റ് വർക്ക് ഹോഴ്സ് മോഡലായ ജെമിനി 2.5 ഫ്ലാഷ് സ്പീഡ് ആൻഡ് ലോ കോസ്റ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതും സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ ആയിരിക്കുന്നു. റീസണിങ്, മൾട്ടി മൊഡാലിറ്റി, കോഡ്, ലോങ് കോണ്ടെക്സ്റ്റ് ഈ ഏരിയാസിലെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് ഇതിന്. അഡീഷണലി ഇത് 20 to 30% ലെസ് ടോക്കൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മോർ എഫിഷ്യൻ്റ് ആണ് ജെമിനി 2.5 ഫ്ലാഷ് മോഡൽ. 2.5 ഫ്ലാഷ് ഇപ്പോൾ ജെമിനി ആപ്പിൽ എല്ലാ യൂസേഴ്സിനും അവൈലബിൾ ആണ്. ഏർലി ജൂണിൽ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ ഡെവലപ്പേഴ്സിനും വേർട്ടെക്സ് AIയിൽ എൻ്റർപ്രൈസസിനും ജനറലി അവൈലബിൾ ആകും ജെമിനി 2.5 ഫ്ലാഷ് മോഡൽ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെമിനി 2.5ൻ്റെ പുതിയ കുറച്ച് കേപ്പബിലിറ്റീസിനെ കുറിച്ചാണ്. ആദ്യം പറയാനുള്ളത് നേറ്റീവ് ഓഡിയോ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. 2.5 പ്രോയ്ക്കും 2.5 ഫ്ലാഷ് മോഡലുകൾക്കും നേറ്റീവ് ഓഡിയോ ഔട്ട്പുട്ട് ഫോർ ഡയലോഗ് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂസേഴ്സിന് മോഡലിൻ്റെ ടോണ്, അതുപോലെ ആക്സെൻറ്റ്, സ്പീക്ക് ചെയ്യുന്ന സ്റ്റൈല് എന്നിവ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ കഴിയും. ഫോർ എക്സാമ്പിൾ, സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡ്രമാറ്റിക് വോയിസ് എന്ന് പറയുന്ന രീതിയിൽ സ്വിച്ച് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള കൺട്രോൾസ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ AI സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിൻ്റെ വോയിസിലുള്ള ഇമോഷൻസ് ഡിറ്റക്റ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കോൺവെർസേഷൻസ് ഒക്കെ ഇഗ്നോർ ചെയ്ത് എപ്പോൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് ഇത് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കും. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് 2 വോയിസ് ടെക്സ്റ്റ് ടു സ്പീച്ച് കേപ്പബിലിറ്റി ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് 24 പ്ലസ് ലാംഗ്വേജസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സീംലെസ് ആയിട്ട് ലാംഗ്വേജ് സ്വിച്ചിങ് സപ്പോർട്ടും ഇതിനുണ്ട്. This means the model can converse in more expressive ways.
It can capture the really subtle nuances of how we speak. It can even seamlessly switch to a whisper like this. So the model can begin speaking in English, but then ये हिंदी या किसी भी और भाषा में स्विच कर सकता है. And switch back, all with the same voice. അതായത് ഡിഫറെൻറ്റ് ലാംഗ്വേജസിലേക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്ത് സംസാരിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇതിനുണ്ട്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പ്യൂട്ടർ യൂസ് കേപ്പബിലിറ്റീസ് ആണ്. പ്രൊജക്ട് മറീനറിൻ്റെ കമ്പ്യൂട്ടർ യൂസ് കേപ്പബിലിറ്റീസ് ജെമിനൈ APIയിലേക്കും വേർട്ടെക്സ് AIയിലേക്കും വരുന്നു. ഇത് AIക്ക് വെബ് ഇൻ്റർഫേസസ്, ടൂൾസ് എന്നിവയൊക്കെ യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ഇനി നമുക്ക് ജെമിനി ആപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് നോക്കാം. ആദ്യം ഉള്ളത് ജെമിനി ലൈവ് ആണ്. ക്യാമറ ആൻഡ് സ്ക്രീൻ ഷെയറിംഗ് ഉള്ള ജെമിനി ലൈവ് ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ആൻഡ് ഐഫോൺ യൂസേഴ്സിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. യൂസേഴ്സിന് ഫോണിലെ ക്യാമറ യൂസ് ചെയ്തിട്ട് എന്തിനെ കാണിച്ചാലും ജെമിനിയോട് അതിനെപ്പറ്റി ചോദിക്കാം. നമ്മുടെ AI സ്റ്റുഡിയോയിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു അത്. ജെമിനി ലൈവ് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തും ടോക്ക് ചെയ്തും അതുപോലെ വെബ് ക്യാം ആക്സസ് ചെയ്തും നമുക്ക് അതിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. അതിപ്പോൾ നമ്മുടെ ജെമിനി ആപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. US-ലാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ അവർ റോൾ ഔട്ട് ആക്കിയിട്ടുള്ളത്. ജെമിനി ലൈവ് ഗൂഗിൾ മാപ്സ്, കാലണ്ടർ, ടാസ്ക്, കീപ്പ് തുടങ്ങിയ സർവീസസുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണം, അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ജെമിനി ലൈവ് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ കാലണ്ടറിൽ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇമേജൻ 4ലും VO 3ലുമാണ്. ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ഇമേജ് ജനറേഷൻ മോഡലായ ഇമേജ് ജെൻ 4 ഇപ്പോൾ ജെമിനി ആപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും റെൻഡർ ചെയ്യാനും ഫാസ്റ്ററായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ടും ഇതിന് പറ്റും. പ്രൊഫഷണൽ പ്രസൻറ്റേഷൻസ്, സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ്, ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. VO 3 ഗൂഗിളിൻ്റെ ഒരു വീഡിയോ ജനറേഷൻ മോഡലാണ്. വേൾഡിലെ തന്നെ ഫസ്റ്റ് വീഡിയോ മോഡൽ വിത്ത് നേറ്റീവ് ഓഡിയോ ജനറേഷൻ ആണ് VO 3 എന്നുള്ളത്. വീഡിയോ സീൻസിനൊപ്പം ബസ്ലിംഗ് ആയിട്ടുള്ള സിറ്റി സൗണ്ട്സ്, ഇലകളുടെ അനങ്ങുന്ന സൗണ്ടുകൾ, ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് എന്നിവയൊക്കെ നമുക്ക് ടെക്സ്റ്റ് പ്രോംപ്റ്റ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത് US-ലെ ഗൂഗിൾ AI അൾട്രാ സബ്സ്ക്രൈബേഴ്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായി ഡീപ്പ് റിസർച്ച് ഫീച്ചർ സിഗ്നിഫിക്കൻ്റ്ലി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. യൂസേഴ്സിന് ഇപ്പോൾ ഓൺ PDFs, ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് പബ്ലിക് ഡേറ്റയും ഒപ്പം കമ്പൈൻ ചെയ്തിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു മാർക്കറ്റ് റിസർച്ചർ ആണെങ്കിൽ ഇൻറ്റേർണൽ സെയിൽസ് ഫിഗേഴ്സ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് പബ്ലിക് മാർക്കറ്റ് ട്രെൻഡ്സിനൊപ്പം ക്രോസ് റെഫറൻസ് ചെയ്യാനായിട്ട് പറയാനായിട്ട് പറ്റും. ഇനി ജെമിനി ആപ്പിനകത്തുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് ആയിട്ടുള്ള ക്യാൻവാസ് കുറച്ചും കൂടി പവർഫുൾ ആക്കിയിട്ടുണ്ട്. ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ്, ക്വിസസ്, പോഡ്കാസ്റ്റ് സ്റ്റൈല്, ഓഡിയോ ഓവർവ്യൂസ് ഒക്കെ നമുക്ക് 45 ലാംഗ്വേജസിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ജെമിനി ഇൻ ക്രോം എന്നുള്ളത് കേട്ടോ. ജെമിനി ഇൻ ക്രോം ഫോർ ഡെസ്ക്ടോപ്പ് US-ലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. US-ലെ ഗൂഗിൾ AI പ്രോ ആൻഡ് അൾട്രാ സബ്സ്ക്രൈബേഴ്സിന് ഇത് അവൈലബിൾ ആക്കും. ഇതുപയോഗിച്ച് വെബ് പേജിലെ കോംപ്ലക്സ് ഇൻഫർമേഷൻസ് ക്ലാരിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്യാനായിട്ടും കഴിയും. ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ജെമിനിക്ക് മൾട്ടിപ്പിൾ ടാബ്സ് യൂസ് ചെയ്തിട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് അതിന് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഓൺ ബിഹാഫ് ഓഫ് ദ യൂസർ. ജെമിനി ഇപ്പോൾ ഇൻ്ററാക്റ്റീവ് ക്യൂസസ് ജനറേറ്റ് ചെയ്ത് ലേണിംഗ് നമുക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു കാര്യമൊക്കെ കുറച്ചും കൂടി കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിയേറ്റ് പ്രാക്ടീസ് ക്വിസ് ഓൺ തെർമോഡൈനാമിക്സ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ജെമിനി ഒരു ടൈലേർഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. യൂസേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്സ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടിയും അറ്റൻഷൻ കൊടുക്കേണ്ട ഏരിയാസിനെ കുറിച്ച് അത് പറഞ്ഞു തരും. ക്വിസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ജെമിനി ചാലഞ്ചിങ് ഏരിയാസിൽ ഫോക്കസ് ചെയ്യുന്ന പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യും.
ഗൂഗിൾ സെർച്ചിൽ AI മോഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ US-ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അഡ്വാൻസ്ഡ് റീസണിങ്, മൾട്ടി മൊഡാലിറ്റി, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്, ഡീപ്പ് എക്സ്പ്ലോറേഷൻസ് എന്നിവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ AI മോഡ്, AI ഓവർവ്യൂസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ജെമിനി 2.5 മോഡലുകളാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. AI മോഡ് യൂസ് ചെയ്യുന്നത് ക്വറി ഫാൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. യൂസറിൻ്റെ ക്വസ്റ്റ്യൻസിനെ സബ് ടോപ്പിക്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മൾട്ടിപ്പിൾ ക്വറീസ് സൈമൾട്ടേനിയസ്ലി റൺ ചെയ്യുന്നു. ഇത് ട്രഡീഷണൽ സെർച്ചിനേക്കാൾ ഡീപ്പർ വെബ് എക്സ്പ്ലോറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോർ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസിനെ ഡിസ്കവറി ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പ്രൊജക്റ്റ് ആസ്ട്രാൻ്റെ കേപ്പബിലിറ്റീസ് സെർച്ചിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് സെർച്ച് ലൈവ് ക്രിയേറ്റ് ചെയ്തത്. യൂസേഴ്സിന് ക്യാമറ യൂസ് ചെയ്ത് റിയൽ വേൾഡ് ഒബ്ജക്ട്സും സിറ്റുവേഷൻസിനെയൊക്കെ പറ്റി AI-നോട് റിയൽ ടൈം കോൺവെർസേഷൻസ് നടത്താനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിൽ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ AI മോഡിൽ ലൈവ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കണിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് ക്യാമറ അതിലേക്ക് പോയിന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെർച്ച് എന്ത് ചെയ്യും? നമുക്ക് കൺസെപ്റ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ അത് പറഞ്ഞു തരും. ഇനി ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്ത് തരും. What else should I do to make it stronger? To make it stronger, consider adding more triangles to the design. Also, ensure a strong bonding between the popsicle sticks by using wood glue and clamping or taping the joints while they dry. അടുത്തത് പ്രൊജക്റ്റ് മറീനറിൻ്റെ ഏജൻറ്റ് കേപ്പബിലിറ്റീസ് ഇപ്പോൾ ഈ AI മോഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് യൂസേഴ്സിന് ടൈം കൺസ്യൂമിങ് ടാസ്കുകളെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയുകയാണ് ഫൈൻഡ് 2 അഫോർഡബിൾ ടിക്കറ്റ്സ് ഫോർ ഒരു എന്താ പറയുക ട്രാവലിംഗ് ഫ്രം ഇന്ത്യ ടു UK എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ AI മോഡ് വിൽ അനലൈസ് ചെയ്യും. ഡിഫറെൻറ്റ് ടിക്കറ്റ് ഓപ്ഷൻസ് ഡിഫറെൻറ്റ് സൈറ്റിലുള്ളത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഫോം ഫില്ലിങ്, അതുപോലെ നമുക്ക് വേണ്ട ക്രൈറ്റീരിയാസ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്ത് നോക്കും. ഇത് ഇവൻറ്റ് ടിക്കറ്റ്സ്, അതുപോലെ റെസ്റ്റോറൻറ്റ് റിസർവേഷൻസ്, ലോക്കലായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് എന്നിവയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ഫീച്ചറാണ് AI ഷോപ്പിംഗ് പാർട്ട്ണർ എന്നുള്ളത്. AI മോഡൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ജെമിനി മോഡൽ കേപ്പബിലിറ്റീസ്, ഷോപ്പിംഗ് ഗ്രാഫ് എന്നിവയൊക്കെ കമ്പൈൻ ചെയ്ത് യൂസേഴ്സിനെ ബ്രൗസ്, കമ്പയർ, അതുപോലെ പ്രൊഡക്ട്സിനെ നാരോ ഡൗൺ ചെയ്യാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് വെർച്വൽ ട്രൈ ഓൺ ഫീച്ചർ ഉണ്ട്. ഈ വെർച്വൽ ട്രൈ ഓൺ ഫീച്ചർ ഉപയോഗിച്ച് ഒരുപാട് അപ്പാരൽസ് അല്ലെങ്കിൽ ഡ്രസ്സസ് ലിസ്റ്റിങ്സിൽ നിന്നും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നമ്മുടെ ഒരു സിംഗിൾ ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ട്രൈ ഓൺ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. എന്നിട്ടൊരു പെർഫെക്റ്റ് ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചാൽ പുതിയ ഏജൻറ്റിക് ചെക്കൗട്ട് ഫീച്ചർ യൂസ് ചെയ്തിട്ട് ഗൂഗിൾ പേ വഴി നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റും. അടുത്തത് ഗൂഗിൾ ഫ്ലോയാണ്. ഇതൊരു AI ഫിലിം മേക്കിംഗ് ടൂളാണ്. അതും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഗൂഗിളിൻ്റെ മോസ്റ്റ് അഡ്വാൻസ്ഡ് മോഡൽസ് ആയിട്ടുള്ള VO3, ഇമേജൻ, ജെമിനി ഒക്കെ ഉപയോഗിച്ച് സ്റ്റോറി ടെല്ലേഴ്സിന് സിനിമാറ്റിക് ക്ലിപ്സും സീൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്യാമറ കൺട്രോൾസ് ഉണ്ട്. ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദ ക്യാമറ മോഷൻസ്, ആംഗിൾസ്, പെർസ്പെക്റ്റീവ്സിനൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ അകത്തൊരു സീൻ ബിൽഡറുണ്ട്, അതുപോലെ അസറ്റ്സ് മാനേജറും ഉണ്ട്. പിന്നെ ഫ്ലോ TV എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് ക്ലിപ്സ്, പ്രോംസ്, ടെക്നിക്സ് ഒക്കെ ഇൻസ്പിറേഷനും ലേണിങ്ങിനും വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഫീച്ചറും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഫ്ലോ ഇപ്പോൾ US-ലെ ഗൂഗിൾ AI Pro ആൻഡ് അൾട്രാ സബ്സ്ക്രൈബേഴ്സിന് അവൈലബിൾ ആണ്. മോർ കൺട്രീസിലേക്ക് അവരത് ലോഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോ പ്ലാനിൽ 100 ജനറേഷൻസ് ആണ് ഒരു മന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അൾട്രാ പ്ലാനിൽ ഹയസ്റ്റ് യൂസേജ് ലിമിറ്റ്സ് ആണ്. VO3 വിത്ത് ഓഡിയോ ജനറേഷനിലേക്കുള്ള ഏർലി ആക്സസും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ എന്നിവരുമായിട്ടാണ് ഗൂഗിൾ വർക്ക് ചെയ്താണ് ഫ്ലോ ഡെവലപ്പ് ചെയ്തത്. അവരുടെ ഇൻസൈറ്റ്സ് ഒക്കെ ഈ ടൂൾസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു റെവല്യൂഷണറി 3D വീഡിയോ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ബീം. നമ്മൾക്ക് ഒരേ റൂമിലിരിക്കുന്ന ഫീല് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കോൺഫറൻസിങ് ഒക്കെ നടത്താനായിട്ട് പറ്റും. ഇതിനൊരു സ്പെഷ്യലൈസ്ഡ് ഗ്ലാസസോ ഹെഡ്സെറ്റ്സോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിള് സൂം അതുപോലെ HP-യുമായി പാർട്ട്ണറിങ് ചെയ്ത് ആണ് ബീം ഈ എൻ്റർപ്രൈസസിലേക്ക് എത്തിക്കുന്നത്. HP-യിൽ നിന്നുള്ള ഫസ്റ്റ് ഗൂഗിൾ ബീം ഡിവൈസസ് ഇൻഫോകോം ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഷോക്കേസ് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞത്. സെലക്റ്റഡ് കസ്റ്റമേഴ്സിന് ഈ വർഷം എൻഡോടുകൂടി തന്നെ ഇത് ലഭ്യമാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിൽ സ്പീച്ച് ട്രാൻസ്ലേഷൻ ഫീച്ചർ വരുന്നു. ഇത് ഒതൻറ്റിക്കും നിയർലി റിയൽ ടൈം ട്രാൻസ്ലേറ്റഡ് കോൺവെർസേഷൻസിനും സാധ്യമാക്കുന്നുണ്ട്. വോയിസ് ടോണ് അതുപോലെ എക്സ്പ്രഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പീച്ച് ട്രാൻസ്ലേഷൻസ് പോസിബിൾ ആകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് അത് മലയാളത്തിൽ കേൾക്കാനായിട്ട് പറ്റും, നമ്മുടെ ഒറിജിനൽ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ. പിന്നെ ഗൂഗിള് 2 ന്യൂ AI സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ AI പ്രോയും ഗൂഗിൾ AI അൾട്രാ പ്ലാനും. ഗൂഗിൾ AI പ്രോ $19.99 ആണ് പെർ മന്ത് ഉള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ് ആണ് ഈ കാണിക്കുന്നത്. അതുപോലെ ഗൂഗിൾ AI അൾട്രാ പ്ലാനിന് $249 ആണ് പെർ മന്ത് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്രൈസിങ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ ഇല്ലേ, വീഡിയോ ക്രിയേഷന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ VO3യുടെ കുറേ കാര്യങ്ങൾ, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നത് ഗൂഗിളിൻ്റെ ഈ AI അൾട്രാ പ്ലാനിലാണ്. ഇപ്പോൾ അത് US മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ന്യൂ യൂസേഴ്സിന് ഫസ്റ്റ് 3 months 50% ഓഫർ എന്നുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഗൂഗിൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡെവലപ്പേഴ്സിനുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ജെമിനി കോഡ് അസിസ്റ്റ് ആണ്. ജെമിനി കോഡ് അസിസ്റ്റ് ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ ഫോർ ഗിറ്റ്ഹബും ഇപ്പോൾ ജനറലി അവൈലബിൾ ആണ്. ജെമിനി 2.5 പ്രോ മോഡലാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ജൂൾസ് ആണ്. ഇതൊരു ഓട്ടോണോമസ് കോഡിംഗ് ഏജൻ്റ് ആണ്. അസിൻക്രണസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോണോമസ് കോഡിംഗ് ഏജൻ്റ് ആണ് ജൂൾസ് എന്നുള്ളത്. നമ്മുടെ കോഡ് റീഡ് ചെയ്യാനും അത് ഇതിൻ്റെ ഇൻറ്റൻറ്റ് മനസ്സിലാക്കാനും ടാസ്കുകളൊക്കെ ഓട്ടോണോമസ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും ജൂൾസിന് പറ്റും. ഗിറ്റ്ഹബ് റെപ്പോസിറ്ററീസുമായിട്ട് ഡയറക്റ്റായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ടൊരു സെക്യൂർ ആയിട്ടുള്ള ഗൂഗിൾ ക്ലൗഡിൻ്റെ വെർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പബ്ലിക് ബീറ്റ ഫേസിലാണിത്. അതുകൊണ്ട് തന്നെ ജൂൾസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. യൂസേജ് ലിമിറ്റ്സ് ഉണ്ട്. പ്രൈസിങ് ചിലപ്പോൾ അവർ ഇൻ ഫ്യൂച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. അടുത്തൊരു ഇതെന്ന് പറയുന്നത് SynthID ഡിറ്റക്ടർ ആണ്. ഗൂഗിൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള AI ജനറേറ്റഡ് കണ്ടൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ന്യൂ വെരിഫിക്കേഷൻ പോർട്ടലാണ് ഈ SynthID ഡിറ്റക്ടർ. ഇത് ഇമേജസ്, ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റിലെയൊക്കെ SynthID വാട്ടർമാർക്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓവർവ്യൂ നമ്മൾക്ക് പറയാനുള്ളത് ഗൂഗിൾ I/O 2025ൻ്റെ. ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചിലതൊക്കെ കുറേ സംഭവങ്ങളൊക്കെ US മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി വരുന്ന നെക്സ്റ്റ് വീഡിയോസിലായിട്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഗൂഗിൾ I/O 2025 ഗൂഗിളിൻ്റെ സ്ട്രോങ് AI ലീഡർഷിപ്സും ഇന്നോവേറ്റീവ് ഡയറക്ഷനും ക്ലിയർലി ഷോക്കേസ് ചെയ്തിട്ടുണ്ട് അവർ. ജെമിനി 2.5 മോഡൽസ്, AI മോഡ് ഇൻ സെർച്ച്, ഫ്ലോ പോലുള്ള പുതിയ ക്രിയേറ്റീവ് ടൂൾസും ബീം പോലുള്ള കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസും ഒക്കെ AI ടെക്നോളജി ജനറൽ പബ്ലിക്കിന് മോർ ആക്സസബിളും പവർഫുള്ളും സീംലെസ്ലി ഇൻ്റഗ്രേറ്റഡ് ടു ഡെയിലി ലൈഫും ആക്കുന്ന രീതിയിലാണ് ഗൂഗിള് കൊണ്ടുവന്നിരിക്കുന്നത്. പെർട്ടിക്കുലർലി എക്സൈറ്റിംഗ് ആണ് നമ്മുടെ നേറ്റീവ് ഓഡിയോ ജനറേഷൻ VO3യിലുള്ളത്, ഡീപ്പ് തിങ്കിങ് കേപ്പബിലിറ്റീസ്, അതുപോലെ സെർച്ചിൽ വരുന്ന ഏജൻറ്റിക് ഫീച്ചേഴ്സൊക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഗൂഗിള് AIയിൽ
കുറച്ച് പുറകോട്ടായിരുന്നു. പക്ഷേ ഈ വർഷം അവർ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.